മെയിനായിട്ടും ഈ സെലിബ്രേഷൻസിനേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫ് അഹെഡാണ് ആഫ്റ്റർ ദ വെഡിങ്. അതിനെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ ചിന്തിക്കണത്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് മെയിലാണ് കല്യാണം സെറ്റായത്. അപ്പം അതിനുശേഷം ഇങ്ങനെ സംസാരിച്ച് ആള് നമുക്ക് ചേരുന്ന ഒരാളാന്ന് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടും ദൈവികമായ അനുഭവത്തോടും കൂടി നിന്റെ തിരുമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ നീ ധന്യമാക്കുവാൻ തക്കവണ്ണം നീ ഒരുക്കി. ദൈവമായ കർത്താവെ, ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുവാൻ തക്കവണ്ണം ദൈവമേ മകനെ നീ ആശീർവദിച്ച് ദൈവികമായ കുദാശയ്ക്ക് പരിശുദ്ധ ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ഇരിക്കുമ്പോൾ ദൈവമായ കർത്താവെ, നിന്റെ ദൈവികമായ അനുഭവം ഞങ്ങളോടുകൂടി ഉണ്ടായേക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടി വസിക്കുകയും ചെയ്യുവാനാകണമേ. പുരുഷൻ ധരിച്ചിരിക്കുന്നത് നല്ലതല്ല എന്ന് കരുതി അവന് തക്കതായ ഒരു തുണയെ നൽകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ, നീ അവന് നൽകിയിരിക്കുന്നതായ അവന് ആ തുണയെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യത്തോടും ദൈവിക കൃപയോടും കൂടെ പരിശുദ്ധ ത്രോണോസിന് മുമ്പാകെ ശ്രേഷ്ഠ കുദാശയോടുകൂടി മുമ്പിൽ ദൈവമായ കർത്താവെ ഒരു കുടുംബമായി തീരുവാൻ തക്കവണ്ണം നീ നൽകിയിരിക്കുന്നതായ കൃപയെ ഓർത്ത് ശ്രമിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിനായി ഒരുക്കപ്പെട്ട മകനെയും മകളെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവമേ, രണ്ട് വ്യക്തികൾ ഒന്നാകുന്നത് പോലെ തന്നെ രണ്ട് കുടുംബങ്ങളും ഒന്നായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഈ പരിശുദ്ധ കുദാശ മുഖാന്തരമായി ഈ കുടുംബ ജീവിതത്തെ നീ സ്ഥിരപ്പെടുത്തണമേ, ദൈവികമായ അനുഗ്രഹമുള്ള നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിന്റെ ദൈവ സാന്നിധ്യം എപ്പോഴും ഇവരോടുകൂടി ഉണ്ടാകണമേ. പരസ്പരം വിശ്വസ്തയിലും സ്നേഹത്തിലും
അറിഞ്ഞു ജീവിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ദൈവിക ഭാഗ്യവും നമുക്ക് തരണമേ. കുറ്റങ്ങളും കുറവുകളും ഏറെ പ്രശ്നങ്ങളും ഉള്ള ഈ സമയങ്ങളിൽ ദൈവമായ കർത്താവെ നിന്നെ അറിഞ്ഞു ജീവിക്കുന്ന മക്കളായി തീരുവാൻ ദൈവമായ കർത്താവെ അവർക്ക് കൃപ നൽകണമേ. മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ടും നിന്നെ അറിഞ്ഞ് ജീവിക്കുവാനും ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവമായ കർത്താവെ നിന്നോട് സഹകരിച്ച് നിന്ന് നിന്റെ ദൈവികമായ അനുഭവത്തോടുകൂടി നിന്ന് ആ പ്രശ്നങ്ങളെ ദൂരീകരിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും കൂടെ ചേർന്ന് നോക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക കരുണയും ഭാഗ്യവും ദൈവമായ കർത്താവെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന തീരുമാനം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവെ ഈ ഒരു നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇതിനായി ഒരുക്കപ്പെട്ട മക്കളെ കരുണയോടുകൂടി കാത്തുകൊള്ളണമേ. അതിന് അവരെ വെടിയടിച്ച അവരുടെ മാതാപിതാക്കന്മാരെ കരുണയോടുകൂടി കാത്തുകൊള്ളുകയും ദൈവികമായ അനുഭവത്തിൽ മുക്കുകയും ചെയ്യണം. അവരുടെ സഹോദരങ്ങളെയും ദൈവമേ കുടുംബങ്ങളെയും ദൈവത്തിന്റെ വിശുദ്ധ ത്രോണോസിനും ഭാഗം സമർപ്പിക്കുമ്പോൾ ഈ ഒരു കുദാശ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിലായി ചെയ്യുവാനും ആ കുദാശപരമായ കാര്യങ്ങളിൽ രണ്ട് വ്യക്തികളെ ഒരു കുടുംബമാക്കി തീർക്കുന്ന അതിശ്രേഷ്ഠമായ ആ ഒരു മഹത്വമേറിയ കുദാശയിലേക്ക് ഞങ്ങളെയും അതിനെ സംബന്ധിപ്പിക്കുവാൻ ഇടയാകണമേ. ആയുധ ദൈവമാതാവായ പരിശുദ്ധ കന്യാമർത്തമറിയാം അമ്മയുടെയും ഞങ്ങളുടെ കാവൽ പിതാവായ മോർ തോമസ് ലിഹായുടെയും മോർ ഗിവറീസ് അതാടെ മോർ തോമാ പിതാവിന്റെയും നീന്തലായ ഈ മണവാട്ടിയും ആരുടെ നാമധേയത്തിലാണോ മുദ്ര ഒത്തപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധനും പരിശുദ്ധിയും ദൈവമായ കർത്താവ് ഇവർക്ക് വഴിയും കാവലും കോട്ടയും അഭയസ്ഥാനം വരുന്ന ദൈവീകമായ ഒരു അനുഭവത്തിൽ ആയിരിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞോറിയുമേ എന്നുള്ള സമാധാനം പിതാവാം ദൈവത്തിന്റെ സ്നേഹവും തന്റെ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പൂർണ്ണവും പരിപൂർണമാകുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവേ ദൈവമേ വിശുദ്ധ കുദാശയോടുകൂടി ഒന്നായി ചേരാൻ പോകുന്ന ഈ മക്കളോടോ അവരുടെ കുദാശപരമായ കാര്യങ്ങളോടും കൂടി ഇന്നും എന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. I'll take my soul, pour it out at your feet. I wait patiently for you. Oh, I will forever and always put you before me till the end of time. But until then, till my last breath rolls in, oh, I am yours.
you before me to the end of time. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂട്ടനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. എന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നന്നായി കഴിയും എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവാക്കണമേ. എന്തെന്നാ എന്റെ ദുഃഖങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയിരിക്കുന്നു. നിന്റെ തിരുമിതിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ എന്റെ ആയത്ത് ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപാണ്ട് എന്നെ മേൽ നൽകണമേ. ഞാൻ പെടുവാപ്പെടുവതിനാൽ എന്നെ മെന്മയാക്കണമേ. കുറച്ച് വഞ്ചനേക്കാൾ ഞാൻ മെന്മയാകുമോ. ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം തിരിച്ചെന്റെ അതിക്രമങ്ങളൊക്കെയും അയച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ നീ തിരുമനസായില്ല, ഹോമ ബലികളിൽ നീ നിരപായുധമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ലല്ലോ. നന്മ ചെയ്യണമേ. ഓർത്തിലേണമേ. അപ്പോ നീതിയോടുകൂടി വിലയിലും ഹോമലുകളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേ കാഴ്ചകൾ ബലിയായി കയറും. ദൈവമേ, സനക്ക് യോഗ്യമാവുന്നു. പാറയ്ക്കുമോ കരുണാ
സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ മോതിരമരുളി തിരുസഭയെ മശീഹ വിട്ടപ്പോ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിര കൊലയുന്നും താമാ രക്ഷിതയാ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ മാർഗമോ പിൻപോലും വാദാമെൽപോലും ഉൽമീനാമി മാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന രക്തരഹസ്യം സംഭൂച്യം താദാ മജറൂഹ പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിതമായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തകവണ്ണമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാക്കുകയും ചെയ്യണമേ. Barakamar Hosho Babakol Shuban Level Man. നൽകുകവൻ മൊഴിമാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയും ഗുണചെയ്യും വർഷിച്ച കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാരക്കുമോ മിന്നോലം വാദാമെൻപോലം ഉൽമീനാമി ഉപമകളാ ശ്രീമോച്ചുന്നാലേവം ചാരുമുഖി പാരം നീ സാഹിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ 10,000 തൻ പൂങ്കാവാണി സരായേ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ രക്തൻ നരതി തൈലത്തിൽ മൃദുലൻ ലബനോ കാരികിൽ പാക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രമേയം പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന അനശ്വരമായ മഹത്വവും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. തനിക്ക് സഭയായി തിരഞ്ഞെടുക്കെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കിയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്നും അവളെ സംരക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവേ, നിനക്ക് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും
സ്ത്രീകന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെടുവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴിന്റെ സമയത്തും സകല വരുന്ന ആളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ആയുഷ്കാലം മുഴുവൻ സദൈവാരാധനയും യോഗ്യമാക്കുന്നു. ബാറയ്ക്കുമോ ബബുകുലകുനിയോ മോസ്വദഹായ ലവൽമീ ബാറയ്ക്കുമോൻ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്നവയ്ക്ക് അധീനായിരിക്കുന്നവനും സദാ നന്മകൾ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായി നിലയും എല്ലാവിധ കഷ്ടങ്ങൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിൽ നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹം നിശ്ചയം നടത്തി. അതിനെ തന്നെ നിനക്ക് വധുവായി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ തിരുശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ അതിനെ നീ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിനെ നൽകിയ നിലവരത്താൽ നിന്നോടുകൂടെ അതിനെ വർദ്ധിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്തപ്പെട്ടിരിക്കുന്നതോടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നീ വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ ആശീർവദിക്കപ്പെടുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധയുടെ മോതിരത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, നിരപുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, കത്തിനും പരത്തിനും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിൽ ഇവർ സന്തോഷിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നദ്ധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിതൃഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അതിവൃതയാ പരിപാവന സഭയിൽ മാനോത്കാന്തൻ വീട്ടൊരു നേരം ശീമോന്യോ
സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാരക്കുമോ മൂടുപടം വടിമോതിരമിവയാൽ കാമാവിജയം സമ്പാദിച്ചു. പൊക്കണവും കല്ലും കവിണയുമായി ദാവീദും താമാ ഉത്തമയായി മൂന്നാം ദാവീദുന്നതനായി മൂന്നാം സംരക്ഷകനാകൃതി വിശ്വാസിനി പാവന സഭയ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. വ്രതനിഷ്ഠയും പഠിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യാമണവാളനായുള്ളവേ, തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്യിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാക്കണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദബനായോ ഈതോ കദീസ്തോ ബസ്മോദാബോ ദാബറോ വദ്രുഗോഗായോ കദീശോ ലെവോലം വൽമീ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരടയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ തമ്മനുകൃതമായ വലതുകൈ ആയുഷ്കാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായി നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാരക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലേഹന്മാരിൽ നിന്ന പോലെ ഈ വന്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വാദശുദ്രനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതിയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള വെടുപ്പുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടുപ്പൻ മുദ്രയാൽ ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ.
സുരഭിലങ്ങളായ ശുശ്രൂഷാ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ അവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറുഖുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളാകുന്ന ദാസരാകുന്ന ഞങ്ങളെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും പ്രദാനം ചെയ്യണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സ്ഥിതി ചെയ്യുവാനും നിങ്ങളുടെ മക്കൾക്ക് തന്നെ അവകാശമായി നൽകുവാനും നീ കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകുമാറാകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ സദാ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ബാറഖുമോർ ഹോശോ കുലേ സുബാൻ ലൗൽമീ. സഭയാം തിരുസഭയാം നീയാം അത്യുന്നതനുടെ മണവാട്ടി. പാവന സഭ ചൊല്ലിടുന്നു ഇൻവരനേവൻ ഞാൻ ധന്യ. വന്ദിക്കുന്നേൻ വന്നെന്നെ വിട്ടൊരു മണവാളൻ തന്നെ. എന്നെ മാമോദീസായ ആത്മീയായുധമണി ഈച്ച വിരലിന്മേൽ മേരത്തങ്ങൾ മോതിരമായ പേർക്കേകി. മാർഗ്ഗമമാർഗ്ഗങ്ങളിലൂടെ ചോരിന്മാരിൽ കൂസാതെ യോർദാൻ നദിയിങ്കൽ ഞാൻ ചെന്നവനെ ജനമധ്യേ തേടി. സങ്കടമൊടു നിലവിളിക്കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ കബറതിലവരെ യൂദന്മാർ വച്ചെന്നവരോടോതി. സ്കീപ്പായാൽ ഞാൻ വീട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ. താതനികേതം ഞാൻ മൂകി വിട്ടിടാം ഞാൻ റൂഹായേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ഇവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ മണവാളനെയും മണവാട്ടിയെയും യേശുക്രിസ്തുവിൽ ഒരു കുടുംബമായി സംയോജിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിട്ടുള്ള ബന്ധുമിത്രാദികളെ, വിശ്വാസികളുടെ സമൂഹമേ, ഈ മണവാളിനെയും മണവാട്ടിയെയും ഒരു കുടുംബ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ച് ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ഒരു കുടുംബമായി സംയോജിപ്പിക്കുമ്പോൾ കുടുംബത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ നന്മകളെക്കുറിച്ചും അവരറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്
തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണെന്ന ഒറ്റ വാക്കിൽ തന്നെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു മുഖമാകുവാനുള്ള ഒരവസരമാണ് ഈ കുടുംബജീവിതത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു മുഖമായി മാറുവാൻ തക്കവണ്ണമുള്ള സാധ്യതകളോടുകൂടിയാണ് കുടുംബജീവിതം ദൈവം സംസ്ഥാപിച്ചിരിക്കുന്നത്. ആ ജീവിതത്തിലേക്കുള്ള ഒരകലമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം അഥവാ ക്രൈസ്തവ ജീവിതം. നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടും ദൈവം നമുക്ക് നൽകുന്ന ജീവിത സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ദൈവസ്വരൂപത്തിലേക്കും ദൈവ സാദൃശ്യത്തിലേക്കും വളരുവാൻ വലിയ സാധ്യതയാണ് കുടുംബജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും. അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ടെന്ന് ഇന്നാണ് ലോകം പറയുന്നതെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ദൈവം വേദപുസ്തകത്തിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പുരുഷനിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും ഒരു സ്ത്രീയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേർക്കും സാധ്യതയുണ്ട്, രണ്ടുപേർക്കും അവകാശങ്ങളുമുണ്ട്. അതോടൊപ്പം രണ്ടുപേർക്കും അവരവരുടേതായ ദൗത്യങ്ങളുമുണ്ട്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെയൊക്കെ ഭിത്തിയിൽ അനേകം വിശുദ്ധ പിതാക്കന്മാരുടെ വിശുദ്ധന്മാരുടെയൊക്കെ ചിത്രം പലപ്പോഴും പ്രദർശിപ്പിക്കാറുണ്ട്. സത്യത്തിൽ പരിശുദ്ധ സുറിയാനി സഭ ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരപ്പനും ഒരമ്മയും ഉണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയിലേക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു ജീവന്റെ പുറപ്പാട് സാധ്യമാകുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു സന്യാസ ജീവിതത്തോടൊപ്പം തന്നെ പ്രാധാന്യം വിശുദ്ധമായ കുടുംബജീവിതത്തിനുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. യൗസേപ്പ് പിതാവിൻ്റെയും കന്യകമറിയാമിൻ്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പോലും ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ഒരവസരം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അവര് ഒരു ദിവസത്തെ യാത്രാദൂരം പിന്നിട്ട് ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് മനസ്സിലായി ക്രിസ്തു തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. 3 ദിവസത്തെ യാത്രാദൂരം പിന്നിട്ട് 3 ദിവസം അന്വേഷിച്ചാണ് അവർ ക്രിസ്തുവിനെ തിരികെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഈ കുടുംബജീവിതത്തിലും ഇന്ന് ഈ കൂദാശയിലൂടെ 2 പേരല്ല സംയോജിക്കുന്നത്, 3 പേരാണ്. മണവാളനും മണവാട്ടിയും ക്രിസ്തുവിൽ സംയോജിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കരം പിടിച്ച് ദൈവം ഇന്ന് നിങ്ങളുടെ ഈ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നിങ്ങളോട് കൂടെ വരികയാണ്. അതുകൊണ്ട് തൃത്വത്തിൻ്റെ മാതൃകയിൽ ഈ ഭൂമിയിൽ ദൈവം നിങ്ങളുടെ കുടുംബജീവിതം സ്ഥാപിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങളുടേതായ സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സ്വപ്നവും ഒരു പദ്ധതിയും നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദൈവത്തിനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ആ കുടുംബജീവിതത്തെ നോക്കിക്കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഈ കുടുംബജീവിതത്തിൻ്റെ ഓരോ നാൾ വഴിയിലും ക്രിസ്തു എനിക്ക് അന്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് അവരുടെ ജീവിതത്തെ വളരെ വിരസമാക്കി തീർത്തത്. ദൈവം ഉണ്ടായിരുന്ന അവസ്ഥയിൽ അതേ സ്ഥലത്ത് ഏദൻ തോട്ടം എന്ന് പറഞ്ഞ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ഇടത്ത് തനിക്ക് താൻ സൃഷ്ടിച്ച് നൽകിയ സ്ത്രീയെ നോക്കി പുരുഷൻ പറഞ്ഞ വാക്കിതാണ്, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൾ എൻ്റേതാണ്, എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഭാഗമായി തന്നെ മാറിയിരിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ ദൈവം നഷ്ടപ്പെട്ട കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് അതേ വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം, നീ എനിക്ക് തന്ന ഈ സ്ത്രീ അവളാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണമായി തീർന്നിരിക്കുന്നതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അയാളുടെ മനോഭാവം മാറിപ്പോയി.
അതുകൊണ്ട് ദൈവം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനോഭാവങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നന്മകളിൽ, സൗഭാഗ്യങ്ങൾ, ദൈവകൃപയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ മനോഭാവങ്ങളും ചിന്താഗതികളും മാറിപ്പോകുമ്പോൾ മനസ്സിലാകുക നിങ്ങൾ ദൈവത്തെ വിട്ടകന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ഭാഗം കാണുന്നുണ്ട്. സാത്താന്റെ തല തകർക്കുന്ന ഒരു സ്ത്രീയും തന്റെ മകനെക്കുറിച്ച് പറയുന്നു. കാൽവറി ക്രൂശിൽ ക്രിസ്തു സാത്താന്റെ തല തകർത്തു എന്ന് പറയാറുണ്ട്. സത്യത്തിൽ സാത്താൻ ഈ ഭൂമിയിൽ മനുഷ്യന്റെ തലയിലേക്ക് ഇട്ടുവച്ചിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളുടെ, ചിന്താഗതിയുടെ ചിന്താഗതിയാണ് തകർത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ചിന്താഗതിയെ തകർത്തിട്ട് യേശുക്രിസ്തു സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ബലിയുടെയും പുതിയൊരു ചിന്താഗതി സ്ഥാപിച്ചു. ആ ചിന്താഗതിയാണ് ഒരു കുടുംബജീവിതത്തിൽ സത്യത്തിൽ ഇപ്പോൾ ദൈവം സംസ്ഥാപിക്കുന്നത്. നമ്മൾ ഈ ശുശ്രൂഷ പൂർത്തിയാക്കിയപ്പോൾ, കഴിഞ്ഞ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയപ്പോൾ ഒരു പാട്ടുപാടിയാണ് അവസാനിപ്പിച്ചത്. ഈ പാട്ടുകളൊന്നും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുകയില്ലാത്തതുകൊണ്ട് സത്യത്തിൽ ഈ പാട്ട് കേട്ടാൽ ഒരു വളരെ സന്തോഷകരമായ പാട്ടൊന്നും ആയിരുന്നില്ല പാട്ട് പാടിയത്. സന്തോഷകരമായിട്ടാണ് പാടിയതെങ്കിലും പാട്ട് സന്തോഷകരമായിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ, കഷ്ടപ്പാടിൻ്റെ, കരഞ്ഞ് വിലപിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ വിവരിച്ചത്. ഒരു പെൺകുട്ടി ഇതാ തൻ്റെ വരനെ തേടി യാത്ര ചെയ്യുകയാണ്. യോർദാനിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് യോർദാനിൽ ചെന്നു. തൻ്റെ മണവാളനെ കണ്ടില്ല. അവർ പറഞ്ഞു അവൻ യോർദാനിൽ നിന്ന് എത്രയോ നാൾ മുമ്പേ പോയി. അങ്ങനെ നസറേത്തിലും മറ്റു പല ഇടങ്ങളിലും കാനായിലുമൊക്കെ കറങ്ങി അവസാനം അവൾ യാത്ര കള്ളന്മാരുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്ത് പരിഹാസം ഏറ്റുവാങ്ങി ആ വധു ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ആരോ പറഞ്ഞു, നിന്റെ വരനെ ഇതാ ഗോകുൽത്തായുടെ മുകളിൽ ക്രൂശിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി ഗോകുൽത്തായിലെത്തിയപ്പോൾ അവനെ ക്രൂശിക്കുക മാത്രമല്ല, ആ ബോഡി അവിടുന്ന് കൊണ്ടുപോയി സംസ്കരിക്കുക കൂടി ചെയ്തു. അപ്പോൾ ആ ക്രൂശിൽ തലചായിച്ചുകൊണ്ട് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണ് ആ ക്രൂശിന്റെ ചുവട്ടിൽ തലചായിച്ചുകൊണ്ട് തേങ്ങിക്കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗാനം പൂർത്തിയാകുന്നത്. അപ്പോൾ ഒരു വാഗ്ദാനം അവൾ കൊടുക്കുകയാണ്, നീ കരയേണ്ടതില്ല, പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകിയിരിക്കുന്നതിനാൽ നിന്റെ വരൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. സത്യത്തിൽ കുടുംബജീവിതത്തിൽ ഇങ്ങനൊരു പ്രത്യാശയാണ് വേണ്ടത്. അത്ര സുഖകരമായ ഒരു ജീവിതമാകാൻ ഒരു സാധ്യതയും ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിനുണ്ടാവില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷകരമായ, ശുഭകരമായ ഒരു ജീവിതം എനിക്ക് ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ള പ്രത്യാശ, അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ ലോകത്തിൽ ആർക്കാണ് നൽകാൻ സാധിക്കുക? അത് ക്രിസ്തു നമുക്ക് നൽകുകയാണ് ആ പ്രത്യാശ. അപ്പോൾ ആ പ്രത്യാശയിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം വഴി നമുക്ക് നൽകുകയാണ്. ആ ഉറപ്പിലായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. സത്യത്തിൽ ഒരു ബലിപീഠത്തിന് മുമ്പിലേക്ക് എന്തിനാണ് വിവാഹ കൂദാശയ്ക്ക് വേണ്ടി മണവാളിനെയും മണവാട്ടിയെയും വിളിച്ചു വരുത്തുന്നത്? സത്യത്തിൽ വിവാഹ കൂദാശ എന്ന് പറയുന്നത് ഒരു ബലിയർപ്പണത്തിൻ്റെ ആരംഭമാണ്. നമുക്കറിയാം, നിങ്ങൾ ഒരു മണവാളനും മണവാട്ടിയും ഒരു ബലിവസ്തുവാണ്. ഈ ബലിപീഠത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ ഇപ്പോൾ അർപ്പിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ കൂടെ വസിക്കും. ദൈവം നിങ്ങളുടെ കൂടെ വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്നേഹത്തിൻ്റെ കനലായി മാറും. അതാണ് പഴയ നിയമത്തിൽ തീ ഇറങ്ങി വന്നാണ് ബലിവസ്തുവിനെ കനലാക്കി തീർത്തിരുന്നത്. അങ്ങനെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹത്തിൻ്റെ കനലാക്കി തീർത്ത് ആ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയിൽ ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ക്രമേണ മാനുഷികമായി കുടുംബജീവിതത്തെ സമീപിക്കുന്നവർ ക്രമേണ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് പലപ്പോഴും അവർ നമുക്ക് പിരിയാമെന്ന് പറയേണ്ടി വരുന്നത് പോലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അവർ അതിനു മുമ്പേ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിച്ചാലും നഷ്ടപ്പെടേണ്ടി വന്നാലും
ദൈവം നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ കരങ്ങളിൽ മുറുക്കെ പിടിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മണവാളിനെയും മണവാട്ടിയെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മരണം വരെ ദൈവം നിങ്ങളുടെ കൈപിടിച്ച് നടത്തുവാൻ നിങ്ങൾ സ്വയം ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മണവാളിനും മണവാട്ടിക്കും എല്ലാ വിവാഹ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബകുൽ സുബാൻ ലോൽമേ. ശക്തിയിലും രക്ഷയിലും ദൈവം നല്ലവരും മുമ്പേറവനേകി മഹിമാവിൻ മുടിച്ചൂടി തലയിൽ മാറക്കുമോ മിൻമൂലം മാതാവിൽ മൂലം മീനാമി മണവരയമേ സ്വർഗത്തിൽ സഭയിൽ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീയമേവും ശുദ്ധോനെന്ന ഹൈലയർക്കോ ശിവരേഖ നിന്നെ മേലാക്കി ബാരഖമാരുണ്ടായിരുന്നവനെ പോലുള്ളവനും
എന്നേക്കും നിലക്കുന്നവനുമായ സ്വയംഭൂവും മലാഖമാരാത്തന്റെ സിംഹാസനത്തിന് മേലായി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന വചനവും തന്റെ ബഹലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് മന്യമായപ്പോൾ ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം നിന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരണങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നമുക്കായുള്ളതായ നാളുകളൊക്കെയും തന്നെ നാം മൗതപ്പെടുത്തണം. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹാനതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിപരമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെയുമായി നിന്റെ കൃപാപ്രഭാഗത്താലും നിസ്സീമമായ നിന്റെ ദേവാലയം നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും അന്മാരും ഞങ്ങളെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടക്കമുള്ളവനാകുന്നു. കർത്താവേല ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും തന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിതരവശിക്കുന്നവരുമായ നിന്റെ ദാസരെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥത രക്ഷ നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ആത്മീയ നലവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തിരുവാനവർക്ക് സംഗതിയാക്കണമേ. കർത്താവ് നിത്യജീവനെ ആഗ്രഹിക്കുന്നവരും പാപമരണവലിൽ ദുരിതരവശിക്കുന്നവരുമായി തീരുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. കർത്താവെ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശനും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. ദൈവമായ കർത്താവ്, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നിമത്വമനും മനുഷ്യപ്രീതി വല്ലവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരോഗായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റെന്നു. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ സൂനോ നൃപതി ശലോമോ വിമല സഭേ നിന്നേലാളിപ്പോ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം കുസുമസമം സഭയെ സകലവിധം ചുമുക്കി നീ കരതീണ്ടാത്തോ ശ്രീവായേവം നിപ്പതിനാ രാജാവ ശീല ഹാലേ
പരമോന്നതന ദൈവത്തെ വാഴ്ത്തും മീവൽ പറവയോടൊപ്പം സവ സംഗീതത്തോ ദാവീദിന്റെ കിന്നരവും പേറി അവളേറയോടൊപ്പം പാടുന്നു 150 കമ്പികളിലും തമ്പുരുവാദിത്ത അവളുടെ യോനെ വാഴ്ത്തിയിടും മൂലകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപ വർഷിച്ചീര പട്ടണത്തിൽ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരവീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യവളവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുറിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയം നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറുക് മോർ ഹോശോ വക്കൂലസ്മാൻ ലൗൽമീ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ നമ്മുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മെശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മെശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മെശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും ഓരോരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മെശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിയായി സഖീവാക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും.
അവരിരും ഏകശരീരമായി തീരുകയും ചെയ്യും. അമിനാഹായ് ബാറക്കുമോ. ഭയത്തോടും കൂടെ ചെവിയെടുത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ ആവേശിയാട് വിശുദ്ധവൻ ഗലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശുതമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദാന്റെ മറുകരയിൽ യഹൂദിയായുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തരം തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോടങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശൈലോ ലകുൽക്കൂ വംശമിലൈഹോലൈ റീശൈദാലൈഹോൻ ബെസീമി ബെസ്മോദാബോ ദാബറോ വദ്രുഗോഗയോ കാദീശോ ലവോലം വൽമി
Clilobidedumoran mensmayo soyag nugi hasinoyo ye clilo hasiyo soye barise വൈദിക ചുമ്മാ കമ്പാലിമ്പം നൽകാൻ ഒടിയാൽ മണവാളെന്നും മണവറയാ മണവാട്ടിക്കും വനിന്നുടയോൻ കയ്യ മകുടം ഘോഷമിറങ്ങുന്നു മണവാളൻ തൻ ശിരസിൽ ഹസിയോ ചൂടിക്കുന്നു മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ വൈശിഹാംഗപനാ രചിതം മകുടം പാരം രുചിരം ക്ലിലോമിദേതുമോറാ മെൻസ്മായോ സോയാഗ്നുഹി ഹസിനോയോയെ ക്ലീലോ ഹസിയോ സോയെ ബരീശേ ശാശ്വതശാല ദീക്ഷ സത്യമണാള ശീഘ്രം സവിധമണങ്ങീടണമേ സതതം കർത്താവ് നിന്റെ നീതിയുടെ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ക്ലിലോവിദേതുമോറാൻ മെൻസ്മായോ സോയാഗ്നുഹി കൽസോയോയെ ക്ലീലോ ഹസിയോ സോയെ ബരീശോ വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോടു സദൃശ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ വൈശിഹാംഗപനാ രചിതം മകുടം പാരം രുചിരം ക്ലിലോബിദേതുമോറാൻ മെൻസ്മായോ സോയാഗ്നുഹി കൽസോയോയെ ക്ലീലോ ഹസിയോ സോയെ ബരീശോ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശം. നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഹോശോ ബബഗുൽ സുബാൻ ലോൽമീ Sleep with the big
സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹാദിന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകരമം നിങ്ങളെ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമമായ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കും നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെ ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ തൃക്കരങ്ങളാൽ നിങ്ങളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരത്തെ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ബാറഖ്മോർ ഹോശോ വബ്കുലേസുവാൻ ലഉൽമീ തോട്ടം നട്ടോടി യുവമണവാളൻ പിൻതോട്ടത്തിൻ പേക്കാർ വിശിച്ചിടുക കുളിർത്തന്ന് സത്യമനാള നീതിഞ്ഞ നാഥനാഥൻ മണവാട്ടി നീയാണ് തണലും താങ്ങും ജീവനൊരു കാരുണ്യം നാളും മാസവുമാണ്ടും പാഴിരുളി പോക്കി നിജീവധുനി കേട്ടപ്പോ കണ്ണുകളിൽ ആരംഭിച്ച് മൊഴിയോരാകെ വേലയിലുവാതാരെ കർത്താവിൻ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ ഉണ്ടാകേണം. ദൈവവചനം ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെ വലതുകരത്ത വാഴ്ത്തിയിടണം. നാമം ചൊല്ലി ദമ്പതികൾക്ക് വരവേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാർന്ന പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനി ഭഗത്തിൽ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരവേണ്ടി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കൾ വാഴ്ത്തിയിടണം. സർവ്വം കേട്ടി അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടി ആത്മാക്കളുടെ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായ ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും
ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതു കൈ എന്നേക്ക് നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. അവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് അവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാൽ അവൾക്ക് ധരിപ്പാൻ നൽകണം, ദാഹിച്ചിരുന്നാൽ അവൾക്ക് കുടിപ്പാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സിട്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരയായി തീർന്നു. മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനും സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹാ കർത്താവിൽ ഞങ്ങൾ സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവേന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒന്ന് മാത്രമേ ആകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആത്മീയമായ വിവാഹോദാശയിൽ പങ്കുകൊണ്ട് നിങ്ങൾ എഴുതിയെന്നവരെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ കുറ്റമുള്ളതും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതപ്പെട്ട കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പട്ടലാട്ട് വീട്ടിൽ എൽദോസും പുലിക്കോട്ടിൽ ഭവനത്തിൽ റഹ്മ എന്ന് വിളിക്കപ്പെടുന്ന ഇട്ടിയനവും തമ്മിലുള്ളതായ വിവാഹ കൂദാശ 850 വർഷം പഴക്കമുള്ള പരിശുദ്ധ സഭയിലെ ഏറ്റവും പഴക്കമുള്ള ദൈവാലയങ്ങൾ തന്നെ ഒന്നായിരിക്കുന്ന തമ്പുരാനെപ്പറ്റ അമ്മയുടെ ഈ നടയിൽ വെച്ച് ഈ മക്കൾ വിവാഹ കൂദാശയിലൂടെ പരസ്പരം ബന്ധിക്കപ്പെടുകയാണ്. ഈ കൂദാശ ആശീർവദിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വന്ന് ഈ മക്കളെ ആശീർവദിച്ചത് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായും പരിശുദ്ധ സഭയിലെ സന്യാസി പ്രസ്ഥാനത്തിന് പിതാവുമായിരിക്കുന്ന അഭിയന്റെ പിതാവായിരിക്കുന്ന ഫിലിക്സിനോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി ഈ ഭവനത്തെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയും ഈ മക്കളോടുള്ള വാത്സല്യത്തെ പ്രതിയും ഇന്ന് കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു യാത്ര ഇത് കഴിഞ്ഞ് തിരുമേനിക്ക് ഉടൻ നിർവഹിക്കുവാനുമുണ്ട്. എങ്കിലും തൻ്റെ തിരക്കുകൾക്കിടയിലും ഈ മക്കളെ പ്രതിയുള്ള സ്നേഹത്തെ കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിച്ച അഭിയന്റെ പിതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഈ ഇടവകയുടെയും ഈ ഭവനത്തിന് വേണ്ടിയുള്ളതുമായ നന്ദിയും സ്നേഹവും കടപ്പാടും വിധേയത്വവും ഈ സമയത്ത് അറിയിക്കുക. From the moment we locked eyes till you placed your heart in mine, we came alive. What a wonder we beheld. What a story we would tell. And there's so much still left to write. Oh, oh, oh.
ചെറുക്കന് മധുരം കൊടുക്കട്ടെ.